മണ്ഡലത്തിൽ നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ എല്ലാ വകുപ്പ് മേധാവികൾക്കും നിർദ്ദേശം നൽകിയതായും വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് കായംകുളത്തിനായി സമഗ്ര വികസന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും കായംകുളം എംഎൽഎയും മന്ത്രിയുമായ എം ലിജു പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ കളക്ടറേറ്റിൽ ജില്ലാ കളക്ടറുടെയും വിവിധ വകുപ്പ് മേധാവികളുടെയും സാന്നിധ്യത്തിൽ ഉന്നതതല അവലോകന യോഗം കൂടിയെന്നും മന്ത്രി എം ലിജു പറഞ്ഞു. കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ എല്ലാ വകുപ്പ് മേധാവികൾക്കും നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് കായംകുളത്തിനായി സമഗ്ര വികസന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റിൽ ജില്ലാ കളക്ടറുടെയും വിവിധ വകുപ്പ് മേധാവികളുടെയും സാന്നിധ്യത്തിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നെന്നും മന്ത്രി പറഞ്ഞു. ഈ ഒരു മീറ്റിംഗിൽ വെച്ച് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തി, നിലവിൽ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളുടെ പട്ടിക തയ്യാറാക്കി അതിന്റെ സാങ്കേതികമായുള്ള പ്രശ്നങ്ങളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഭാവി പദ്ധതികൾക്ക് ആവശ്യമായ രൂപരേഖ തയ്യാറാക്കാൻ നമ്മുടെ നിലവിലുള്ള തോടുകളെ സംബന്ധിക്കുന്ന ജലനിർഗമന മാർഗങ്ങൾ അടഞ്ഞുകിടക്കുന്നതിന്റെ സമ്പൂർണ്ണമായ റിപ്പോർട്ട്, തകർന്നു കിടക്കുന്ന റോഡുകളുടെ സമ്പൂർണ്ണമായ റിപ്പോർട്ട്, ദേവികുളങ്ങരയിലേക്ക് ഓരിവെള്ളം കയറുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ദേശീയപാതയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പാലങ്ങൾ ആവശ്യമായുള്ള സ്ഥലങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, കുടിവെള്ള പ്രശ്നങ്ങൾ എവിടെയൊക്കെയുണ്ടോ അതുമായി ബന്ധപ്പെട്ട കാര്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സമഗ്രമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് ഓരോന്നിനും ഒരു സമയ കാലാവധിയും പ്രഖ്യാപിച്ചു. നിരവധി റോഡുകൾ സംബന്ധിച്ച് തകർന്നു കിടക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതികളുണ്ട്. അതുമെല്ലാം ചർച്ച ചെയ്യും. അപ്പോൾ കായംകുളം നിയോജകമണ്ഡലത്തിന്റെ സമഗ്രമായ ഒരു ചിത്രം എല്ലാ വകുപ്പുകളിൽ നിന്നും തയ്യാറാക്കിയതിനു ശേഷം അത് ക്രോഡീകരിച്ച് കായംകുളത്തിന് ആവശ്യമായ ഒരു സമഗ്ര പദ്ധതികൾ ആവിഷ്കരിക്കുകയും നിലവിലുള്ള പദ്ധതികൾ അത് അനുസ്യൂതം തടസ്സങ്ങളില്ലാതെ പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും അതിനകത്ത് നിലവിലുള്ള തിയേറ്റർ കോംപ്ലക്സ് ഉണ്ട്, മറ്റ് പാലം പൂർത്തിയാകാത്ത പാലങ്ങളുണ്ട്, പൂർത്തിയാകാത്ത റോഡുകളുണ്ട്, എല്ലാ കാര്യങ്ങളെ സംബന്ധിക്കുന്ന ഒരു അവലോകനം നടത്തുകയും KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ട്, തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. അതോടൊപ്പം ഭാവിയിൽ കായംകുളത്തിന് ആവശ്യമായി നടത്തേണ്ട പദ്ധതികൾ അത് MLA ഫണ്ടും ആസ്തി വികസന ഫണ്ടും വിവിധ വകുപ്പുകളുടെ ഫണ്ടുകളും എല്ലാം ബന്ധപ്പെട്ട ചർച്ചകൾ അവിടെ നടത്തുകയുണ്ടായി. ആ വിഷയങ്ങൾക്കും വരും ദിവസങ്ങളിൽ MLA ഫണ്ടിൽ നിന്നും ആസ്തി വികസന ഫണ്ടിനുമുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് നൽകി അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ നിയോജകമണ്ഡലത്തിലെ പ്രോജക്റ്റുകളുടെ കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാവും. ഏത് തീരുമാനം എടുക്കുന്നതിന് മുമ്പായി കൂട്ടായ ഒരു ചർച്ച നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ നിയോജകമണ്ഡലത്തിലെ എല്ലാ നഗരസഭ ഉൾപ്പെടെയുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ, നമ്മുടെ നിയോജകമണ്ഡലത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, വികസന തൽപരരായ വ്യക്തികൾ, രാഷ്ട്രീയ നേതൃത്വം എല്ലാവരുമായും ചർച്ച ചെയ്ത് കായംകുളത്തിന് ആവശ്യമായ ഒരു സമഗ്ര വികസന മാർഗരേഖ സൃഷ്ടിച്ചുകൊണ്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. നഗരസഭ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികൾ, സാമൂഹിക രാഷ്ട്രീയ നേതാക്കൾ എന്നിവരുമായി ചർച്ചകൾ നടത്തി മണ്ഡലത്തിന് അനുയോജ്യമായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. MLA ഫണ്ട്, ആസ്തി വികസന ഫണ്ട് എന്നിവ ഉപയോഗിച്ച് ഭാവിയിൽ നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ദേവികുളങ്ങരയിൽ വെള്ളം കയറുന്ന പ്രശ്നം, ദേശീയപാതയിലെ വെള്ളക്കെട്ട്, തകർന്നു കിടക്കുന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ, തോടുകളിലെ തടസ്സങ്ങൾ നീക്കിയുള്ള സുഗമമായ ജലനിർഗമനം, പുതിയ പാലങ്ങൾ ആവശ്യമായ സ്ഥലങ്ങൾ എന്നിവ സംബന്ധിച്ച് സമയബന്ധിതമായി സമഗ്ര റിപ്പോർട്ട് സമർപ്പിക്കാൻ വിവിധ വകുപ്പുകളോട് ആവശ്യപ്പെട്ടെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന തിയേറ്റർ കോംപ്ലക്സ്, KSRTC ബസ് സ്റ്റേഷൻ, റോഡുകൾ, പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തികൾ യാതൊരു തടസ്സവുമില്ലാതെ വേഗത്തിൽ പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളുടെ പട്ടിക തയ്യാറാക്കി അവയുടെ സാങ്കേതിക പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. CDN ന്യൂസ്, കായംകുളം.